കേരളത്തിന്റെ പഴയ കഥകളിലൊക്കെ കേട്ടാൽ തന്നെ പേടി തോന്നുന്ന ഒരു പേരുണ്ട്, ഒടിയൻ. രാത്രിയുടെ നിശ്ശബ്ദതയിൽ ഭയം നിറച്ച ആ പേരിനു പിന്നിൽ എന്തായിരുന്നു? ആരായിരുന്നു ഈ ഒടിയൻ? നമുക്കൊരുമിച്ച് ആ രഹസ്യങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. അതെ, നമ്മുടെയെല്ലാം മനസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ആരായിരുന്നു പണ്ടത്തെ കേരളത്തിലെ ഇരുണ്ട രാത്രികളിൽ ആളുകളെ വിറപ്പിച്ചിരുന്ന ആ നിഴൽ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു അന്വേഷണം. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ശരിക്കും ആരാണ് ഈ ഒടിയൻ? എന്താണ് ഈ ഒരു സങ്കല്പത്തിന് പിന്നിലുള്ള ആ ഞെട്ടിക്കുന്ന വിശ്വാസം? ഒടിയൻ വെറുമൊരു മനുഷ്യനായിരുന്നില്ല. നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത് അവനൊരു രൂപമാറ്റം നടത്താൻ കഴിവുള്ള ആളാണെന്നാണ്. അതായത്, രാത്രിയായാൽ തനിക്കിഷ്ടമുള്ള ഏത് രൂപത്തിലേക്കും മാറാൻ കഴിവുള്ളൊരു മനുഷ്യൻ. ഒന്നാലോചിച്ചു നോക്കൂ. ഇതാണ് ഒടിയനെ ഏറ്റവും ഭീകരനാക്കുന്നത്. പകൽ സമയത്ത് അവൻ നമ്മളെപ്പോലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ രാത്രിയുടെ മറവിൽ അവൻ ഭയത്തിന്റെ തന്നെ രൂപമായി മാറും. ഈയൊരു ഇരട്ട ജീവിതം കാരണം ഒടിയനെ ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാണൊരു സാധാരണ മനുഷ്യന് ഇങ്ങനെയൊരു ഭീകരമായ രൂപമാറ്റം സാധ്യമായിരുന്നത്? ഇത് വെറും മന്ത്രവാദമായിരുന്നോ? അതോ അതിലും ഭീകരമായ എന്തെങ്കിലും രഹസ്യം ഇതിനു പിന്നിലുണ്ടായിരുന്നോ? ഈ രൂപമാറ്റം ഒരു മാന്ത്രിക വിദ്യയായിരുന്നില്ല, മറിച്ച് ഒടിയൻ വിദ്യ എന്നറിയപ്പെടുന്ന, തലമുറകളായി അതീവ രഹസ്യമായി കൈമാറി വന്ന ഒരുതരം കറുത്ത വിദ്യയായിരുന്നു അത്. അതായത്, ഇത് ജന്മനാ കിട്ടുന്ന ഒരു കഴിവല്ല, കഠിനമായി പഠിച്ചെടുക്കുന്ന ഒന്നാണ്. ഒടിയൻ തെരഞ്ഞെടുത്തിരുന്ന രൂപങ്ങളോ? അതൊക്കെ നമ്മുടെ പേടി സ്വപ്നങ്ങളിൽ മാത്രം വരുന്ന മൃഗങ്ങളായിരുന്നു. ഒരു കൊലകൊമ്പൻ കാള, അല്ലെങ്കിൽ ഒരു പേപ്പട്ടി, പിന്നെ പുലിയുടെ കരുത്തും കാളയുടെ രൂപവുമുള്ള കാളപ്പുലി എന്നൊരു ഭീകരജീവി. ചിലപ്പോഴൊക്കെ ആരും കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ഭാവനയ്ക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഭീകര സത്വമായിട്ടും ഒടിയൻ വരുമായിരുന്നു. ഈ ഒടിയൻ വിദ്യ പഠിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, സ്വന്തം ശരീരത്തെ അതിക്രൂരമായി പീഡിപ്പിച്ച് വേദനയില്ലാത്ത ഒരവസ്ഥയിലെത്തണം. രണ്ടാമത്, മനസ്സിൽ നിന്ന് എല്ലാ പേടിയും എടുത്തുമാറ്റി അതിനൊരു കല്ലാക്കി മാറ്റണം. പിന്നെ മൂന്നാമത്, രാത്രിയുടെ ഇരുട്ടിനെ സ്നേഹിച്ച് അതിനോട് കൂട്ടുകൂടണം. ഇതൊരു പരിശീലനമല്ല, മരണവും മന്ത്രവും ഒരുമിക്കുന്ന ഒരു പൈശാചികമായ അനുഷ്ഠാനമായിരുന്നു അത്. അപ്പോ എന്തിനു വേണ്ടിയായിരുന്നു ഒടിയന്മാർ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തിരുന്നത്? അവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? ഒടിയൻ ഒരു ഭ്രാന്തൻ മൃഗത്തെപ്പോലെ കണ്ണിൽ കണ്ടവരെ ഒന്നും ആക്രമിച്ചിരുന്നില്ല. മിക്കപ്പോഴും അവനൊരു കൂലി ഒടിയനായിരുന്നു. അതായത്, പണത്തിനു വേണ്ടി ഭയം വിൽക്കുന്ന ഒരാൾ. ആർക്കെങ്കിലും ആരോടെങ്കിലും ശത്രുത തീർക്കാനോ, പകരം വീട്ടാനോ, അല്ലെങ്കിൽ വെറുതെ ഒന്ന് പേടിപ്പിച്ചു നിർത്താനോ ഒക്കെ ഒടിയനെ വാടകയ്ക്കെടുക്കാമായിരുന്നു. ആറൊഴിഞ്ഞ വഴികളിലും പാടവരമ്പത്തുമൊക്കെ അവൻ തന്റെ ഇരയെ കാത്ത് നിഴലിൽ ഒളിച്ചിരിക്കും. പകൽ സമയത്ത് ഒരു സാധാരണക്കാരനായി അഭിനയിക്കുന്ന ഒടിയനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പഴമക്കാർക്ക് അതിനും ചില സൂചനകളുണ്ട്.